ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നില്ലേ ഞാനൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കാമെന്നിട്ട് തോന്നി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ വെണ്ടക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോപ്പറിലില്ലേ ഉള്ളി, ടൊമാറ്റോ, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഞാൻ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഈ മുറിച്ച് വെച്ച ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മാഷ് പോലെ ആവുന്നില്ലേ അതുപോലെ ഇതിനെ വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ തൈരും കടലപ്പൊടിയും ഇത് രണ്ടുമാണ് മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണാണ് കടലമാവ് എടുത്തിട്ട് നല്ലോണം ആദ്യം ഒന്ന് ബീറ്റാക്കി എടുക്കുന്നത്, നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ആക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലോണം തിളപ്പിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ വെണ്ടക്കയില്ല, അത് നമുക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ആദ്യം കുറച്ച് ഓയിലിൽ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ലെസ്സാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല, നേരെ കുക്കാക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഇത് ആ സമയത്ത് എൻ്റെ ഉള്ളി, ടൊമാറ്റോ ഇല്ല, ഉള്ളിയും തക്കാളിയും നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നല്ല ഇത് വൈറ്റിഷ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർ ഇതിലോട്ട് നല്ല യെല്ലോയിഷ് കളർ കാണാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് നല്ല കളറായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം, നല്ലോണം കുക്കാവണം. ഈ ബേസൻ പൊടിയില്ല, നല്ലോണം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ജീരകപ്പൊടി, അങ്ങനെ മല്ലിപ്പൊടി അതൊക്കെ മിക്സ് ആക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷ് അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്താവും എന്നിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അധികം മസാലകളൊന്നും ആഡ് ആക്കിയിട്ടില്ല. ഇതിലോട്ട് ഡയറക്റ്റ് വെണ്ടക്ക മുറിച്ച് വെച്ചതിനെ ഫ്രൈ ആക്കാതെ തന്നെ ഇതിലോട്ട് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് പാകം നോക്കിയിട്ട് ഇതിലോട്ട് ഞാൻ വീണ്ടും 1 കപ്പോളം ചൂടുവെള്ളം കേട്ടോ, നല്ലോണം തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്കിൻ്റെ ആവശ്യമില്ല, കാരണം വെണ്ടക്ക നല്ലോണം കുക്കാവേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുക്കാവാനുള്ള പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും എരിവും ഒക്കെ നമുക്ക് ചെക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ആക്കാം കേട്ടോ, നിങ്ങൾക്ക് എരിവ് വേണമെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കിവിടെ ഉപ്പും എരിവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. നല്ലുണ്ട്, ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വൈൻഡപ്പ് ആക്കാം.